ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ഗർഭിണിയായ സഹോദരിയുടെ ഗർഭപാത്രത്തിൽ 2 ശിശുക്കളാണുള്ളത്. കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരുന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് കൂടെയുള്ള കുഞ്ഞിനോട് പറയുവാണ്, ഈ അമ്മയുടെ ഗർഭപാത്രം എത്രയോ അനുഗ്രഹമുള്ളതാണ്, ഇവിടെ കഴിയുന്ന എത്ര സന്തോഷമാണ്, എത്ര സുഖമാണ്, എന്നേക്കും നമ്മൾ ഇതിനുള്ളിലാണ് കഴിയുക. ഇപ്പോൾ കൂടെയുള്ള കുഞ്ഞ് പറഞ്ഞു, അത് ശരിയല്ല, ഈ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കാലാവധി കഴിയുമ്പോൾ നമ്മൾ പുറത്തു വരും. അപ്പോൾ മനോഹരമായ ഭൂമിയുണ്ട്, പൂന്തോട്ടങ്ങളുണ്ട്, ജലമുണ്ട്, സസ്യങ്ങളുണ്ട്, സൂര്യൻ, ചന്ദ്രൻ, താരങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ മനോഹരമായൊരു ഭൂമിയിലേക്കാണ് നമ്മൾ പിറന്നു വീഴാൻ പോകുന്നത്. അപ്പോൾ മറ്റേ കുഞ്ഞ് പറഞ്ഞില്ല, അങ്ങനെ ഭൂമിയില്ല, നീ പറയുന്നതൊന്നും ശരിയല്ല, ഈ ഗർഭപാത്രമാണ് നമ്മുടെ ലോകം, ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. കാലങ്ങൾ കഴിഞ്ഞു. ആ ഗർഭപാത്രത്തിലെ കാലാവധി പൂർത്തിയായപ്പോൾ കുഞ്ഞുങ്ങൾ 2 പേരും പുറത്തു വന്നു. ഒരാൾ പറഞ്ഞത് മുഴുവനും നുണയായി മാറി, ഒരാൾ പറഞ്ഞത് മുഴുവനും സത്യമായി മാറി. പ്രിയപ്പെട്ട, ഇതുപോലെയാണ് ചില മനുഷ്യർ, എല്ലാവരും അല്ല, ഈ ജീവിതം ഇവിടം കൊണ്ട് തീരുന്നതാണ്, ഇതിനപ്പുറത്തേക്കൊരു ജീവിതം ഇല്ല എന്ന് പറയുന്ന ധാരാളം മനുഷ്യരുണ്ട്, നമുക്കറിയാം. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട്. ഈ ഗർഭപാത്രത്തിൽ കിടന്ന ഒരു കുഞ്ഞ് പറഞ്ഞതുപോലെ മനോഹരമായ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട്. ആ ജീവിതം തരാനാണല്ലോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നത്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ, മരണം മനുഷ്യനെ കല്ലറയിൽ എത്തിച്ചപ്പോൾ നമ്മുടെ കർത്താവായ ഈശോ ആ കല്ലറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വഴി തുറന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 16 എന്നുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം നമ്മെ സ്നേഹിച്ചു. അത് പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് അത് നമുക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയാണെന്ന് ഈ വചനം നമുക്ക് ഉറപ്പേകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്കറിയാമല്ലോ, ഇന്ന് ലോകത്തിൻ്റെ ഈ പുരോഗമന വേളയിൽ അനേകർ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുണ്ട്, ദൈവത്തെ അവഗണിക്കുന്നവരുണ്ട്, ഇതിനപ്പുറത്തേക്കൊരു ജീവിതമില്ല എന്ന് പറയുന്നവരും വിശ്വസിക്കുന്നവരൊക്കെ ധാരാളം പേര് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വ്യക്തമായിട്ടറിയാം, വിശുദ്ധ ബൈബിളിൽ പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ നിത്യജീവനെ പറ്റിയാണ് യേശു കൂടുതൽ നമ്മൾ പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. തന്നിലൂടെയാണ് മനുഷ്യന് പുനരുദ്ധാനമുള്ളത്, നിത്യജീവനുള്ളതെന്ന സത്യം നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ, ലാസർ എന്ന വ്യക്തി മരിച്ച് അടക്കപ്പെട്ടിട്ട് 4 ദിവസമായി, അഴുകി തുടങ്ങി. ആ വ്യക്തിയെ കർത്താവ് ഉയർപ്പിച്ചു. എന്നിട്ട് കർത്താവ് പറയുന്ന, അനുഗ്രഹിക്കപ്പെട്ട സകല ജനങ്ങൾക്കും ഇതാ വലിയ അനുഗ്രഹമായി തീരുന്ന ഒരു വചനം യേശു അവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 25-ാമത്തെ വചനത്തിൽ ഈശോ പറയുവാണ്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞ വചനം ഏതാണ്? ഈ വചനമനുസരിച്ച് യേശു ലാസറിനെ ഉയർപ്പിച്ചു. ലാസറിനെ ഉയർപ്പിച്ച് സാക്ഷിയാക്കി നിർത്തി. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഈ ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് നമ്മളെയും മരണശേഷം നിത്യതയിലേക്ക് ഉയർപ്പിക്കും എന്ന് നമ്മൾ ഗ്രഹിച്ച് വിശ്വസിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1 മുതൽ വചനങ്ങൾ ഈശോ പറയുന്നില്ലേ, ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അത് മരണത്തിന് ശേഷം യേശു ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതായത് പുനരുദ്ധാനം നൽകിക്കൊണ്ട്
യേശുവിനൊപ്പം ആയിരിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഗർഭപാത്രത്തിൽ കിടന്ന ഒരു കുട്ടി പറഞ്ഞതുപോലെ ഈ ഗർഭപാത്രമാണ് നമ്മുടെ ലോകം, ഇതിനപ്പുറത്തേക്കൊരു ലോകമില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പറയുന്ന ധാരാളം പേരിന്നുണ്ട്, ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അനേകം പേര് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒത്തിരി പേര് അവർ പറയുന്ന കേട്ട് അതിന് പുറകെ പോകുന്നുണ്ട്. നമ്മളങ്ങനെ ബുദ്ധിശൂന്യരാകരുത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഈ ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു നിത്യജീവനുണ്ടെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ്, പ്രത്യേകിച്ച് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുങ്ങണം, കാത്തിരിക്കണം. യേശു വരും. യേശു, പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, യേശു പറഞ്ഞ കാര്യങ്ങളിൽ ഇനി പൂർത്തിയാകാനുള്ള ഒരേ ഒരു കാര്യമാണ് അവിടുത്തെ വീണ്ടും വരവ്. ഹല്ലേലൂയ. യേശുവെ നന്ദി. യേശു പറഞ്ഞ ഓരോ പ്രവചനങ്ങളും ആ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ യേശു പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുക. യേശുവിൻ്റെ പ്രവചനങ്ങളുടെ അവസാനത്തെ പ്രവചനമാണ് അവിടുന്ന് വീണ്ടും വരുമെന്നുള്ളത്. അതാണ് ആ വരവ് നമുക്ക് നിത്യരക്ഷ നൽകാൻ വേണ്ടിയാണ്, സ്വർഗം തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ദൈവമക്കളായി നമ്മൾ മറ്റുള്ളവരുടെ അന്ധവിശ്വാസത്തിൽ പെട്ടുപോകാതെ, തെറ്റായ പ്രബോധനങ്ങൾ അതിൽ അടിപ്പെട്ടു പോകാതെ, യേശുക്രിസ്തു നൽകിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ നിത്യതയിലേക്ക് ജീവിക്കാനുള്ള ഒരുക്കത്തിന് വേണ്ടി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി കാത്തിരിക്കാം.